ബീഹാറിൽ ഇന്ത്യ സഖ്യം ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ പ്രഖ്യാപിക്കാത്തതിനെ വിമർശിച്ച എഐവൈഎം നേതാവ് അസറുദ്ദീൻ ഒവൈസി. ഇതോടെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രാതിനിധ്യം വീണ്ടും ബീഹാറിൽ ചർച്ചാ വിഷയമായി. ബിജെപിയുമായി ന്യൂനപക്ഷ വിഭാഗം അകലം പാലിക്കുന്നത് നിയമസഭയിൽ മുസ്ലിം പ്രാതിനിധ്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ബീഹാറിലെ വോട്ടർമാരിൽ ഏകദേശം 18% മുസ്ലിങ്ങളാണ്. പക്ഷേ നിയമസഭയിൽ അതിന് അനുസൃതമായ പങ്കാളിത്തമില്ല. ന്യൂനപക്ഷ പ്രതിനിധികളുടെ അഭാവം സംസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചർച്ചകളിൽ പ്രതിധ്വനിക്കുന്നു. ബീഹാറിൽ ജനസംഖ്യയുടെ 9% വോട്ടർമാരുള്ള നിഷാദ് മല്ല സഹനി സമുദായത്തിന്റെ പ്രതിനിധിയായ മുകേഷ് സഹനിയെയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ത്യ സഖ്യം ഉയർത്തിക്കാണിക്കുന്നത്. മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മുൻഗണന നൽകുന്ന എഐഎംഐഎമ്മിന് പക്ഷേ മഹാസഖ്യത്തിൽ ഇടമില്ല. വടക്കൻ ബീഹാറിലെ 32 മണ്ഡലങ്ങളിലാണ് എഐഎംഐഎമ്മിന്റെ പ്രതീക്ഷ, പ്രത്യേകിച്ച് സീമാഞ്ചൽ, മിഥിലാഞ്ചൽ മേഖലകളിൽ. ഇവിടെ മുസ്ലിം വോട്ടർമാരുടെ നിലപാടുകൾ നിർണായകമാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 20 സീറ്റുകളിൽ 5 പാർട്ടി ജയിച്ചു. എന്നാൽ എഐഎംഐഎമ്മിന്റെ വിജയങ്ങൾ മഹാഗഡ്ബന്ധൻ മുഖവിലക്കെടുക്കുന്നില്ല. മറുവശത്ത് NDA മുസ്ലിം പിന്തുണ നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് വലിയ ഊന്നൽ നൽകുന്നില്ല. 2020 JDU അണിനിരത്തിയ മുസ്ലിം സ്ഥാനാർത്ഥികൾ ആരും ജയിച്ചില്ല. BJP ആകട്ടെ മുസ്ലിം വിഭാഗത്തിലെ സ്ഥാനാർത്ഥികളെ നിർത്തിയുമില്ല. 2020 RJDയിൽ നിന്ന് 6 പേരും കോൺഗ്രസിൽ നിന്ന് 4 പേരും ജയിച്ചു. CPI-MLൽ നിന്നാണ് മറ്റൊരു സ്ഥാനാർത്ഥി നിയമസഭയിൽ എത്തിയത്. NDA മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യത്തെ സാരമായി ബീഹാറിൽ ബാധിക്കുന്നു. അതുകൊണ്ടുതന്നെ ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയ നിലപാടുകൾ പുനഃക്രമീകരിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.